ഗൈസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് Abhimanue. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് PC അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇത് പുതിയതായിട്ട് വന്ന ഒരു ഫീച്ചറാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് കാണുക, വീഡിയോ മൊത്തം കാണുക, സ്കിപ്പ് ചെയ്യരുത്. ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സോ ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം PC യിൽ നിന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് എങ്ങനെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്ന്. പുതിയൊരു ഫീച്ചറാണ്, വീഡിയോ മിസ് ചെയ്യരുത്. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ. എന്നിട്ട് റൈറ്റ് കോർണറിൽ പ്ലസ് സൈൻ കാണാം, ഒരു സ്ക്വയർ ബോക്സിനകത്ത് ഒരു പ്ലസ് സൈൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ പോസ്റ്റ് പറഞ്ഞിട്ട് ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതിന് താഴെ സെലക്ട് ഫ്രം കമ്പ്യൂട്ടർ. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡ്രൈവിലേക്ക് നിങ്ങളുടെ ഒരു വിൻഡോ ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. സോ ഐ എം സെലക്ടിങ് ദിസ് ഫോട്ടോ. സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ ഇങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യും. അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ലോഗോ കാണാം. ഈ ലോഗോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സൈസിലാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങൾക്കത് സെലക്ട് ചെയ്യാം. 16:9 ഉണ്ട്, 4:5 ഉണ്ട്, 1:1 ഉണ്ട്. അല്ലെങ്കിൽ ഒറിജിനൽ ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒറിജിനൽ ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ മൾട്ടിപ്പിൾ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ ഫോണിലുള്ള പോലെ തന്നെ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് സൈൻ കാണാം. ഈ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോയും സെലക്ട് ചെയ്യാം. ഓക്കെ, തൽക്കാലം ഞാൻ ഒരു ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യാണ്. ഇത് ഫോട്ടോ തന്നെ സെലക്ട് ചെയ്തു. എന്നിട്ട് രണ്ട് ഫോട്ടോ ആയല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇത് റീഓർഡർ ചെയ്യണമെങ്കിൽ, ഈ സെക്കൻഡ് ഫോട്ടോ ഫസ്റ്റിൽ എത്തിക്കണമെങ്കിൽ സെക്കൻഡ് ഫോട്ടോ ഒന്ന് അമർത്തി പിടിച്ചിട്ട് ഫസ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഫൈൻ. എന്നിട്ട് നെക്സ്റ്റ് അമർത്തുക. ഫോണിലുള്ള പോലെ തന്നെ നെക്സ്റ്റ് അമർത്തുക. ഫിൽറ്റേഴ്സ്. ഓക്കെ, ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫിൽറ്റർ സെലക്ട് ചെയ്യുക. ഫോണിൽ നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാവും, കുറെ ഫിൽറ്റേഴ്സ് ഉണ്ടാവും. സെലക്ട് ചെയ്യുക, ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഫിൽറ്റേഴ്സിന് റൈറ്റിൽ തന്നെ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ, ടെമ്പറേച്ചർ, ഫേഡ്, വിഗ്നെറ്റ്, അങ്ങനെ കുറെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വിഗ്നെറ്റ് ആണെങ്കിൽ അത് മാറ്റാം. ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടാം. സാച്ചുറേഷൻ എല്ലാം ചെയ്യാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് അമർത്തുക. നെക്സ്റ്റ് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാപ്ഷൻ, എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ കൊടുക്കുക. പിന്നെ താഴെ ലൊക്കേഷൻ കാണാം. അതുപോലെ തന്നെ അഡ്വാൻസ് സെറ്റിംഗ്സ് ഉണ്ട്. കമന്റ് വേണമെങ്കിൽ കമന്റ് ഓഫ് ആക്കാം. ആക്സസിബിലിറ്റി ഉണ്ട്. ഓൾ ടെക്സ്റ്റ് വേണമെങ്കിൽ ഓൾ ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ കൊടുത്താൽ മതി, ഇഫ് യു വാണ്ട് ടു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഷെയർ ബട്ടൺ. ഈ ഷെയർ ബട്ടൺ അമർത്തിയാൽ പോസ്റ്റ് ആവും. അത്രയേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ആക്കി കാണിച്ചു തരാം. പോസ്റ്റ് ഷെയർഡ്. ഓക്കെ, അത് ഈ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഞാൻ റിഫ്രഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടല്ലോ, പോസ്റ്റായി. ഓക്കെ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. PC വഴി നമുക്ക് റീൽസും അതുപോലെ തന്നെ സ്റ്റോറീസും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മേ ബി ഇൻ ഫ്യൂച്ചർ ദേ വിൽ അപ്ഡേറ്റ് ഇറ്റ്, ബട്ട് ആസ് ഓഫ് നൗ അങ്ങനത്തെ ഒരു അപ്ഡേഷൻ ഇല്ല. ഓക്കെ, ഫൈൻ. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. പിന്നെ അതിനപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൽ നിന്നും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ വേറെ ഒരു വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും cheers guys.